ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അടിപൊളിയാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ പത്തിരിപ്പൊടി, അതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് ശർക്കരപ്പാനിയാണ് കേട്ടോ, നല്ല തിക്കായിട്ടുള്ള ശർക്കരപ്പാനിയാണേ. പൊടിച്ച ശർക്കരയാണെങ്കിൽ ഒരു 1.25 കപ്പോളം ഒക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്കൊരു 4 ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി നമ്മുടെ ആ മിക്സിയുടെ ജാറിലൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് റവയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ റവ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. റവ മിക്സിയിലിട്ട് അടിക്കേണ്ട കേട്ടോ, കുറച്ച് തരിതരിപ്പ് ആയിട്ട് കിടന്നോട്ടെ. റവ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. തേങ്ങ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് എള്ള് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കറുത്ത എള്ളാണ് ചേർക്കുന്നത്, വെള്ള എള്ളായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് ഇഷ്ടമെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടല്ലോ, അതിലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ തവണയായതുകൊണ്ട് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പോലെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക, അടച്ച് വയ്ക്കുക. ഒരു 30 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ അതൊന്ന് തുറന്ന് നോക്കുമ്പോഴേക്കും കുക്കായിട്ടുണ്ടാകും. മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടതിന് ശേഷം പിന്നെ അത് അടച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഭാഗം കൂടി ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്ക് ഇത് കോരിയെടുക്കാവുന്നതാണ്. രണ്ടാമത്തെ തവണയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. നിങ്ങൾ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ഉണ്ണിയപ്പച്ചട്ടി ആണെങ്കിൽ ആദ്യം തന്നെ അതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ചെയ്താൽ മതി. വളരെ എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നൊരു സ്നാക്കാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. രണ്ടാമത്തെ തവണയായപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഈ ഒരു അളവിൽ തന്നെ ഏകദേശം ഒരു 25 എണ്ണത്തോളം കിട്ടും. ചായക്ക് സൂപ്പർ സാധനമാണ്. പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഏകദേശം ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ള അടിപൊളി ഒരു സ്നാക്കാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.